ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സത്യമാണ് മരണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ നിറയുന്നത് വേദനയും ശൂന്യതയുമാണ്. ആ സ്നേഹബന്ധം അടർന്നു പോകുമ്പോൾ ഒരിക്കലും നിറയ്ക്കാനാവാത്തൊരു ശൂന്യമായൊരിടം നമ്മുടെ ഉള്ളിൽ തുറന്നിടപ്പെടുന്നു. അത്തരം വേർപാടിൻ്റെ വേദനയ്ക്കിടയിലും ആ പുണ്യാത്മാവിൻ്റെ ശാന്തിക്കായി നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാന കർമ്മങ്ങളിലൊന്നാണ് അസ്ഥി നിമഞ്ജനം. കേരളത്തിൽ തിരുവല്ലത്തുള്ള പരശുരാമ ക്ഷേത്രം പോലെയുള്ള ഭക്തിപ്രസരമായ അന്തരീക്ഷത്തിൽ പൂജാവിധികളുടെ മന്ത്രോച്ചാരണ മൊഴികളോടെ ആ കർമ്മങ്ങൾ നടക്കുന്നു. പൂജാവിധികൾക്കിടയിൽ ഓരോ ശബ്ദത്തിലും ഓരോ മന്ത്രത്തിലും ഓരോ പ്രവൃത്തിയിലും നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ വീണ്ടും ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്നു. തിരുവല്ലം പരശുരാമ ക്ഷേത്രം പോലെ വിശുദ്ധമായി കരുതപ്പെടുന്ന പുണ്യവും പവിത്രവുമായ ഇത്തരം സ്ഥലങ്ങളിൽ ചെയ്യപ്പെടുന്ന പൂജാവിധികളിലും അസ്ഥി നിമഞ്ജനവും ചെയ്യുമ്പോൾ അതൊരു പൂജ മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ധന്യതയുടെയും ആത്മാവിൻ്റെ യാത്രയെയും കൂടെ ഓർമ്മിപ്പിക്കുന്ന ആത്മീയമായ ഒരു അനുഭവം കൂടെയാണ്. മരണം ഒരു അവസാനമല്ല, മറിച്ച് മറ്റൊരു യാത്രയുടെ തുടക്കമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയും അതിനായി ചെയ്യുന്ന കർമ്മങ്ങൾ പിരിഞ്ഞു പോയ ആത്മാവിൻ്റെ ശാന്തിക്കായി മാത്രമല്ല, നമ്മുടേതായ മനസ്സിനെയും ഒന്ന് സ്വയം ആശ്വസിപ്പിക്കൽ കൂടെയാണ്. ഇത്തരം കർമ്മങ്ങൾ നഷ്ടത്തിൻ്റെ വേദനയ്ക്കിടയിലും ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു. അത് നമ്മെ ജീവിതത്തിൻ്റെ അനിത്യതയും ആത്മാവിൻ്റെ ശാശ്വതയും തിരിച്ചറിയാൻ സഹായിക്കുന്നു. മനസ്സിൽ നിറഞ്ഞ വേദനയ്ക്കിടയിൽ ഈ ഓർമ്മകൾ ഒരു ആത്മീയ ആശ്വാസമായി മാറുന്നു. അത് നമ്മെ പുതിയൊരു ചിന്തയിലേക്കും ആത്മീയ ബോധത്തിലേക്കും നയിക്കുക തന്നെ ചെയ്യുന്നു.